പാഠം 27 കടങ്കഥയുടെ വ്യാകരണം ടി.പി. വേണുഗോപാല പണിക്കറാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതിലെന്താണ് കടങ്കഥ എന്ന് നമുക്ക് അറിയാമല്ലോ. എന്താണ് കടം പറയൽ, കടങ്കഥ പറയൽ, അതൊരു മത്സര കളിയാണല്ലേ. തോറ്റ വർഷത്തിനായിരിക്കും കടമാകും. കടം പറഞ്ഞ് തോൽപ്പിക്കുന്നത് കൊണ്ട് തോൽക്കഥ എന്നും ഈ ഒരു കടങ്കഥയ്ക്ക് പറയാറുണ്ട്. ഭാഷ കൊണ്ട് കെട്ടിവെച്ചിരിക്കുന്ന കുരുക്ക് അഴിക്കേണ്ടി വരുന്നത് കൊണ്ട് പ്രാദേശികമായി അഴിപ്പാൻ കഥ എന്നും പറയാറുണ്ട്. ഇങ്ങനെ കടങ്കഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണെന്നല്ലേ. ആ കടങ്കഥയിൽ കുറേ ചുരുളുകൾ ഉണ്ടാവും. ആ ചുരുളുകൾ അഴിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക, അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുകയുള്ളൂ. അതിനെ വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിക്കുകയാണ് ഈ ഒരു ലേഖനത്തിലൂടെ വേണുഗോപാല പണിക്കർ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൽ പറയുന്നത്. ഇതിൽ കൂടുതലും വരുന്നത് കടങ്കഥകളുടെ ഓരോ രസകരമായിട്ടുള്ള രീതികളും അതിൻ്റെ വ്യാകരണവും എല്ലാമാണ്. ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. കടങ്കഥ പല പേരുകളിൽ അറിയപ്പെടുന്നതാണ്. വെടിക്കഥ എന്നും വിഡ്ഢിക്കഥ എന്നും ഗൂഢപ്രശ്നമെന്നും ചിത്രപ്രശ്നമെന്നും കൂടോക്തി എന്നും പ്രഹേളിക എന്നും എല്ലാം പഹേലി എന്നൊക്കെ പല പേരുകളിൽ തമിഴിലും കന്നഡത്തിലും തുളുവിലും എല്ലാം തെലുങ്കിലും എല്ലാം അറിയപ്പെടുന്ന പേരുകളുണ്ട്. ഇതിനെ നല്ല രീതിയിൽ പല രീതിയിലും ഇതിനെ വ്യാഖ്യാനിക്കാറുണ്ട് കടങ്കഥയെ. അത് നമുക്ക് നോക്കാം അല്ലേ, എങ്ങനെയൊക്കെയാണ് പറയുന്നതെന്ന്. കടങ്കഥയിൽ കുരുക്കുകളുണ്ടെന്നാണ് പറയാറ് അല്ലേ. ചില കടങ്കഥകൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രഹിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ചില കടങ്കഥകളാണെങ്കിൽ അതിനെ നമുക്ക് എത്ര നോക്കിയാലും, കാരണം കടങ്കഥയിൽ പറയുന്ന ആ ഒരു ചൊല്ലിൽ നിന്ന് തന്നെ നമ്മൾ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കും. പക്ഷേ അതായിരിക്കില്ല അതിൻ്റെ അർത്ഥം, അതിന് ചെറിയ കുരുക്കുകളോടെ ഇടും. നമുക്ക് അങ്ങനത്തെ ഒരു കടങ്കഥ നോക്കാം. അപ്പത്തിൽ കൂടും അടയിൽ കൂടില്ല. ഈ കടങ്കഥ കേട്ടാൽ തന്നെ നമുക്കറിയാം എന്താ നമ്മൾ വിചാരിക്കാം ആദ്യം, ഇത് പലഹാരങ്ങളുടെ കടങ്കഥയാണെന്ന് അല്ലേ. എങ്കിലും അങ്ങനെയല്ല. അങ്ങനെ പല രീതിയിലും കടങ്കഥകളെ മാറ്റിയും മറിച്ചും എല്ലാം ഉണ്ട്. ചിലത് വളരെ ഈസി ആയിട്ട് നമുക്ക് വേഗം കണ്ടുപിടിക്കാൻ കഴിയുന്ന രീതിയിലുണ്ടാവും. ചില കടങ്കഥകളാണെങ്കിലോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയണമെന്നേ ഇല്ല. ചില കടങ്കഥകളാണെങ്കിലോ പ്രവൃത്തിയിൽ പൊരുത്തമില്ലാത്ത രണ്ട് കാര്യങ്ങളെ ഒന്നിച്ച് ചേർക്കുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. തനി നാടൻ കഥകളിൽ നിത്യപരിചയത്തിലുള്ള പ്രവൃത്തികളും വസ്തുക്കളുമാണ് പ്രതിപാദ്യ വിഷയങ്ങളായിട്ടുണ്ടാവുക. കടങ്കഥകൾ പോലുള്ളവയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് പ്രഹേളിക എന്ന്. കടങ്കഥകളിൽ ഒരു വസ്തുവിനെ മറ്റൊന്നായി ആരോപിച്ച് പറയാറുണ്ട്. ഉദാഹരണം ചിരവനാക്ക്. അങ്ങനെ ചിരവ ഉത്തരമാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രഹേളികയാണ് വായില്ലാത്ത നാക്കും നാക്കിന്മേലത്തെ പല്ലും. ഇങ്ങനെയെല്ലാം വളരെ രസകരമായ രീതിയിലായിരിക്കും ഓരോ കടങ്കഥകളും പോകുന്നത്. അതേപോലെ കടങ്കഥയിൽ തുടർച്ചയെ കാണിക്കുന്നതിനാണ് കടങ്കഥയിൽ ശബ്ദാവർത്തനം ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത് കൊക്കിരിക്കും കുളം വറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, കടങ്കഥയിൽ അതിൻ്റെ ഉത്തരം എന്താണ്, കൊക്കിരിക്കും കുളം വറ്റി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ കടങ്കഥയിൽ ഉദ്ദേശിക്കുന്നത്, വിളക്കെന്നാണ് അതിൻ്റെ ഉത്തരം വരിക. അടുത്തത് നമുക്ക് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ അടുത്തത് തുടച്ചാലും ചേറു പോകാത്ത കണ്ണാടി എന്താണ്, ചന്ദ്രൻ. ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നതായിരിക്കില്ല. അതായത് അതിൻ്റെ തുടർച്ചയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല ശബ്ദവർത്തനങ്ങളും ഇതിൽ ഉപയോഗിക്കാറുണ്ട്. പല കടങ്കഥകളും നാടൻ പാട്ടിൽ നിന്ന് വളരെ അകലുന്നില്ല. പദ്യവിഭാഗങ്ങളുമായാണ് കടങ്കഥയ്ക്ക് കൂടുതൽ ബന്ധം. വൃത്തഗന്ധവും അലങ്കാരഗന്ധവും എല്ലാം ഉള്ള കടങ്കഥകളും നമ്മുടെ ഇടയിലുണ്ട്. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് കടങ്കഥകളിലും അതേപോലത്തെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കടങ്കഥയിൽ പഴയ കാലവും പുതിയ കാലവും എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. നാടൻ പാട്ടുകളും പദ്യശകലങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ളതും നമുക്ക് കാണാം. സാമൂഹ്യ സാഹചര്യങ്ങൾ മാറുകയും നവീന കണ്ടുപിടുത്തങ്ങൾ വരികയും ചെയ്തതോടുകൂടി കടങ്കഥകളുടെ രീതിയും ഭാവവും അതിനോടനുസരിച്ച് മാറിയിട്ടുണ്ട്. കടങ്കഥയുടെ രചനയ്ക്ക് തക്ക മനോഭാവം അവശേഷിക്കുന്ന കാലത്തോളം കടങ്കഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നതാണ് ചെയ്യുന്നത് എന്ന് നമ്മളോട് ലേഖകൻ പറയുകയാണ്. ഉദാഹരണം, ഇലയില്ല വള്ളിയിൽ പൂ പോലെ കായി എന്നാണ് ഒരു കടങ്കഥ അദ്ദേഹം നമ്മളോട് ഈ ഒരു പാസേജ് പറയുന്നതിലൂടെ നമ്മളോട് പറയുന്നത്. എന്താണ് അതിന് ഉത്തരം വരുന്നത്, ബൾബ്. ഇലയില്ല വള്ളിയിൽ പൂ പോലെ കായി, ഉത്തരം ബൾബ്. അങ്ങനെ പല കടങ്കഥകളിലും പല രീതിയിലും നമ്മുടെ കാലത്തിനനുസരിച്ചും മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നും പാരമ്പര്യത്തിൻ്റെതനുസരിച്ചിട്ടുള്ളതും പ്രാചീന സംസ്കാരങ്ങളുടെ എല്ലാം പഴക്കങ്ങൾ കടങ്കഥയിലും നമുക്ക് കാണാൻ കഴിയുമെന്നും ഇപ്പോഴത്തെ ഭാവിയിലെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളിലും അല്ലെങ്കിൽ ഇപ്പോൾ വർത്തമാന കാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും സാമൂഹിക പ്രസക്തി നേടുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ എല്ലാം നല്ല രീതിയിലുള്ള കടങ്കഥകൾ ഉണ്ടെന്നും എല്ലാം പറഞ്ഞ് കുറേയധികം ധാരാളം കടങ്കഥകൾ നമുക്ക് ഈ ഒരു ലേഖനത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അദ്ദേഹം നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൂടുതൽ നോക്കാം. കാരണം കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. എല്ലാം ഒന്ന് നോക്കുകയും ചെയ്യണം കേട്ടോ. അടുത്ത നമുക്കിതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അപ്പത്തിൽ കൂടും അടയിൽ കൂടില്ല. ഈ കടങ്കഥയിൽ കുരുക്കുണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ക്വസ്റ്റ്യനാണ്. നമുക്ക് എങ്ങനെയാണ് ഈ കടങ്കഥ കേട്ടപാടെ ഇത് പലഹാരവുമായി ബന്ധപ്പെട്ടതാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഇവിടെ കുരുക്കുണ്ടാക്കുന്നത് ശ്രദ്ധ തെറ്റിച്ചുകൊണ്ടാണ്. ചുണ്ടാണ് അപ്പം എന്ന് ഉച്ചരിക്കുമ്പോൾ കൂടുന്നതും അട എന്ന് ഉച്ചരിക്കുമ്പോൾ വിടരുന്നതും എന്ന ഉച്ചാരണം ശ്രദ്ധിച്ചാലാണ് മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യനാണ്, ചില കടങ്കഥകൾ വിരോധ രീതിയെ ആശ്രയിച്ചു നിൽക്കുന്നു. ഉദാഹരണങ്ങൾ എഴുതുക. ഉത്തരം കണ്ടെത്താൻ വിഷമമുണ്ടാകുന്ന അനാവശ്യ വിവരണം നൽകുന്ന കടങ്കഥകളാണ് വിരോധ പ്രതീതി ഉളവാക്കുന്നത്. ഉദാഹരണത്തിന്, മുക്കിയിട്ടു നനയാത്ത പട്ട്, ചേമ്പില പക്ഷേ അച്ഛൻ ഒരു പട്ടു തന്നു എന്ന അനാവശ്യ വിവരണം നൽകിയിരിക്കുന്നു. അടുത്തത്, ഉണ്ടിട്ടു തീരാത്ത ഉരുള, അമ്മിക്കല്ല്. ഇവിടെയും അച്ഛനൊരു ഉരുള തന്നു എന്ന അനാവശ്യ വിവരണം നൽകിയിരിക്കുന്നു. ഇതൊക്കെ എളുപ്പത്തിൽ ഉത്തരം കണ്ടുപിടിക്കാനുള്ള സൂത്രങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പ്രഹേളിക എന്നാൽ എന്താ നമ്മൾ പറഞ്ഞായിരുന്നു, എന്തായിരുന്നു, സംസ്കൃതത്തിൽ പറയുന്ന ഒരു പേരാണ് പ്രഹേളിക. എന്തിനു പറയുന്നത്, കടങ്കഥയ്ക്ക് പറയുന്ന പേരാണ്. ചിരവയ്ക്ക് ഉണ്ടായിട്ടുള്ള കടങ്കഥ ഉദ്ധരിച്ച് വിശദീകരിക്കുക. ചിരവ എന്ന് പറയുന്നത് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ്, കടങ്കഥകളിൽ ഒരു വസ്തുവിനെ മറ്റൊന്നായി ആരോപിച്ച് പറയാറുണ്ട്. ഉദാഹരണമാണ് ചിരവനാക്ക്. അങ്ങനെ ചിരവ ഉത്തരമാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പ്രഹേളികയാണ് വായില്ലാത്ത നാക്കും നാക്കിന്മേലത്തെ പല്ലും.
അടുത്തത് ചീരയെ സംബന്ധിച്ചുള്ള കടങ്കഥയിൽ ചെറിയ ഒളിച്ചുവെക്കലേ ഉള്ളൂ. വിശദമാക്കുക. എന്താണ്? അധ്യാരോപമില്ലാത്ത ചെറിയ ഒളിച്ചുവെക്കൽ കടങ്കഥയുടെ ബീജമാകാം. ചീരയെക്കുറിച്ചുള്ള കടങ്കഥ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. എങ്ങനെയാണ് കടങ്കഥ ഇങ്ങനെ പോകുന്നത്? പിടിച്ചാൽ ഒരു പിടി, അരിഞ്ഞാൽ ഒരു മുറം. ഇതിൻ്റെ ഉത്തരം ചീര എന്നാണ്. അപ്പോൾ അതാണ് ഇവിടെ ഒളിച്ചുവെക്കലിനെ കുറിച്ച് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. അന്നരാജൻ എഴുന്നള്ളുമ്പോൾ ആശാരി ചെറുക്കൻ തടഞ്ഞു നിർത്തി. ഉത്തരം എഴുതി വിശദീകരിക്കുക. എന്താണ്? ഇതൊരു കടങ്കഥയാണ് അല്ലേ? അന്നരാജൻ എഴുന്നള്ളുമ്പോൾ ആശാരി ചെറുക്കൻ തടുത്തു നിർത്തി. ഇവിടെ പരിചയമുള്ള വസ്തുക്കളെ പ്രവൃത്തി ചെയ്യുന്ന ആളായി ചിത്രീകരിക്കും. ഉൽപ്പന്നത്തെ അതുണ്ടാക്കുന്ന വസ്തുവായോ ഉൽപ്പാദകനെയായോ മാറ്റും. വസ്തുവിനെ ഭാഗികമായി ഗുണസാമ്യമുള്ള മറ്റൊരു വസ്തുവായി കൽപ്പിക്കും. ഇത്രയേ ഉള്ളൂ. അതായത് എന്താണ്? നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തെ അല്ലെങ്കിൽ ഉൽപ്പന്നത്തെ എന്ത് ചെയ്യും? അത് ഉണ്ടാക്കുന്ന ഒരാളായിട്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആളിനെ ഉൽപ്പന്നമായിട്ടോ കാണും. ചോറ് അന്നരാജനായും അടപ്പലക ആശാരി ചെറുക്കനായും അരി വാർക്കൽ തടുത്തു നിർത്തുന്നതായും ചിത്രീകരിക്കുന്നു. മനസ്സിലായോ എങ്ങനെയാണെന്ന്? പുതിയ കാലത്തെ സൃഷ്ടികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലേ? അപ്പോൾ അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. പുതിയ കാലത്തിൻ്റെ സൃഷ്ടിയായ 3 കടങ്കഥകൾ എഴുതുക എന്ന് പറയുന്നുണ്ട് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട്. എന്തൊക്കെയത്? ഇവിടെ ഞെക്കിയാൽ അവിടെ കറങ്ങും. അതെന്താണെന്ന് നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ? ഫാന്. ഇലയില്ല വള്ളിയിൽ പൂ പോലെ കായ്. ഇലയില്ലാത്ത വള്ളിയിലാണ് പൂ പോലെ കായ്കളുള്ളത്. അതെന്താണ്? ബൾബ്. മണി അടിച്ചാൽ പാമ്പ് ഓടും. മണി അടിച്ചാൽ പാമ്പ് ഓടും. അങ്ങനെ പറയുന്നത് എന്തിനാണ്? തീവണ്ടിനെ. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഈ ഒരു പാഠഭാഗത്തും കൂടുതലായിട്ടുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാലത്തിൻ്റെ മാറ്റം കടങ്കഥകളിൽ എങ്ങനെ അനുഭവപ്പെടുന്നു എന്നതാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നു അല്ലേ? അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പറയാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കടങ്കഥകളെ സ്വഭാവം അനുസരിച്ച് വർഗീകരിക്കുക. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ടെക്സ്റ്റിൽ. അതെങ്ങനെയാണ്? ഒരു 6 കാര്യങ്ങളായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇതിൽ ടെക്സ്റ്റിൽ. അത് ഒന്നാമത് വരുന്നതാണ് വിരോധ പ്രതീതിയുള്ളവ. ഓക്കെ, അതിനെക്കുറിച്ചിട്ട് എഴുതുക. പിന്നെ വരുന്നതാണ് കാര്യഹേതുക്കളുടെ പൊരുത്തക്കുറവുള്ളവ. ഇത് നോക്കണം. പേജ് നമ്പർ 257 ആണ്, 257 ആണ് പേജ് നമ്പർ. അതിൽ 13ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്തത് അതിൽ 3ാമത് വരുന്നതാണ് ഉറച്ചുപോയ ആദ്യാരോപങ്ങൾ ഉള്ളവ. 4ാമത്തതാണ് അവർണ്യ വൃത്താന്ത രൂപത്തിലൂടെ ചമൽക്കാരം ജനിപ്പിച്ച് പ്രഹേളികാ തത്വത്തിൽ ഉൾപ്പെടുത്തുക. അതൊന്നുമില്ല. അതായത് പകലെല്ലാം പൊത്തും പിടിയും രാവായാൽ കുടിയിരിപ്പും എന്ന ഒരു കടങ്കഥയുടെ ഉത്തരമാണ് ഭാര്യയും ഭർത്താവും എന്നാണ് തോന്നുക. എന്നാൽ ഉത്തരം കൺപോളകൾ ആണ് അതുപോലെ തോന്നുന്നത്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരമായിരിക്കില്ല അതിൻ്റെ ശരിക്കുള്ള ഉത്തരം വരുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഒന്ന്, പക്ഷേ അതിൻ്റെ ശരിക്കുള്ള ആൻസർ വേറെ ഒന്നായിരിക്കും. അടുത്ത വരുന്നതാണ് 5ാമത്തതാണ് പ്രവൃത്തിയിൽ പൊരുത്തമില്ലാത്ത 2 വാഗ്മയ ചിത്രങ്ങളെ ഉപഗുഹനം ചെയ്യുന്ന കടങ്കഥകൾ. അത് ഏതൊക്കെയായിരിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് അന്നരാജൻ എഴുന്നള്ളുമ്പോൾ ആശാരി ചെറുക്കൻ തടഞ്ഞു നിർത്തി എന്ന് പറയുന്നത്. ആ ഒരു ആ ഒരു കടങ്കഥയാണ് അതിൽ ചേർക്കേണ്ടത്. അടുത്ത വരുന്നതാണ് അലങ്കാരങ്ങളും താളങ്ങളും ഉൾപ്പെട്ട കടങ്കഥകൾ. അതേതാണ്? ഒന്ന് പറഞ്ഞാൽ കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. ഉത്തരം എന്താണ്? ഇതിൻ്റെ ഉത്തരം കുടയാണ്. കാരണം ഉണ്ടായിട്ടും കാര്യം നടക്കുന്നില്ല എന്ന രീതിയിൽ വിശേഷോക്തിയുള്ള കടങ്കഥകളാണ് അത്. കടങ്കഥയ്ക്കാണ് ഉദാഹരണമാണത്. നമ്പൂരി വെന്താലും പൂണൂല് വേവില്ല. ഉത്തരം കാട്ടുവഴി. ഇവിടെ കാടിനെ നമ്പൂരിയായും വഴിയെ പൂണൂലായും കൽപ്പിച്ച് കാട് വെന്തിട്ടും വഴി വേവാത്തതിനെ പൊരുത്തക്കുറവെന്ന മട്ടിൽ ആവിഷ്കരിക്കുകയാണ്. ഇങ്ങനെയുള്ള കുറേ കടങ്കഥകളാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. കുറച്ചുകൂടി രസകരവുമാണ്. പക്ഷേ നമുക്ക് കടങ്കഥകൾ കൂടുതൽ നമ്മൾ കുറേ മനസ്സിലാക്കി പഠിച്ച് വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ.